ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ കുറെ ദിവസമായിട്ടേ വർക്കൗട്ടൊന്നും ചെയ്തിട്ടില്ലേട്ടാ. നമുക്കിന്ന് കുറച്ചു നേരം വർക്കൗട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ എക്യുപ്മെന്റ്സ് ഉണ്ട്. അല്ല, ഇതെന്തത് ഗൈസ്? ഇങ്ങോട്ടേക്ക് നോക്കിയേ, ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഈ ഗേറ്റിന്റെ അപ്പുറത്ത് എന്തോ ഉണ്ട് ട്ടാ. ഏയ്, ഇത് നമ്മുടെ അയൺമാൻ അല്ലേ? അയൺമാൻ അല്ല, ഇത് അയൺമാൻ്റെ വെറും സ്യൂട്ടാണ്. അയ് ശരി, ഇത് കൊള്ളാലോ. ഗൈസ്, ഇതുണ്ടില്ലേ, നമുക്കിവിടെ അയൺമാൻ്റെ സ്യൂട്ടൊക്കെ കിട്ടിയേക്കാ. ഈ സ്യൂട്ട് കിട്ടുകയാണെങ്കിൽ നൈസാവും. നമുക്ക് അയൺമാൻ്റെ പവേഴ്സൊക്കെ കിട്ടേ. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, അയൺമാന് ഇഷ്ടം പോലെ പവേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതുണ്ടില്ലേ, ഇവിടെ മുമ്പിൽ ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഗേറ്റ് അൺലോക്ക് ചെയ്താലേ നമുക്ക് ആ സ്യൂട്ട് കിട്ടുള്ളൂ. ഈ ഗേറ്റ് ഇപ്പോൾ എങ്ങനെയാ അൺലോക്ക് ചെയ്യുക? നമ്മുടെ കയ്യിലാണെങ്കിൽ ഈ ഗേറ്റിന്റെ താക്കോലും ഇല്ല. പിന്നെന്താ ചെയ്യുക? നമുക്ക് ഈ ഗേറ്റ് പൊളിക്കാൻ പറ്റുമോ? എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ വെപ്പൺസ് ഉണ്ട്. പിസ്റ്റള്, റൈഫിള്, എല്ലാ വെപ്പൺസും ഉണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്ക് പിസ്റ്റൾ എടുത്ത് ഒന്ന് വെടിവെച്ച് നോക്കാം. സൈഡിലൊക്കെ ഒന്ന് വെടിവെക്കാം. ഓ, പിസ്റ്റൾ വെച്ചിട്ട് ഒന്നും സംഭവിക്കണില്ല. എന്നാൽ പിന്നെ റൈഫിൾ എടുത്ത് വെടിവെക്കാം. ഓ, ഇതുകൊണ്ടും ഒന്നും സംഭവിക്കണില്ല. എന്നാൽ പിന്നെ ഈ സാധനം എടുക്കാം. എൻ്റെ കയ്യിൽ മിനിഗണും ഉണ്ട്. മിനിഗൺ എടുത്ത് ഫയർ ചെയ്തിട്ടും ഒന്നും സംഭവിക്കണില്ല. ഇതെന്തുട്ട ഗേറ്റാ? ഇതെന്താ പൊളിയാത്ത? എൻ്റെ കയ്യിൽ പിന്നെ RPG ഉണ്ട്. RPG പിന്നെ ഫയർ ചെയ്യണില്ല. RPG ഫയർ ചെയ്താലേ ഈ വീട് മൊത്തം പൊളിഞ്ഞു പോവും. അതിപ്പോൾ ഏതായാലും വേണ്ട. ഇനിയിപ്പോൾ അതെങ്ങനെ അൺലോക്ക് ചെയ്യുക? എനിക്കാണെങ്കിൽ ആ സ്യൂട്ട് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ശരിയാവില്ലേ? ഒരു മിനിറ്റ്, അതെ, എൻ്റെ ഫോണിൽ എന്തോ മെസ്സേജൊക്കെ വന്നുട്ടാ. അയ് ശരി, അപ്പം ഇതാണ് സംഭവം. ഗൈസ്, ഇതുണ്ടില്ലേ, നമ്മുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു. ഇതിലെന്തോ ടാസ്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താല നമുക്ക് ആ ഗേറ്റ് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ എന്നെ പറഞ്ഞേക്കണതേ കിൽ 2 ഡൈനോസർ. നമുക്ക് 2 ഡൈനോസറിനെ കൊല്ലണമെന്ന്. രണ്ടാമത്തെ ടാസ്ക് പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇതിലിപ്പോൾ രണ്ടാമത്തെ ടാസ്ക് ഇല്ലേ, അത് ഭയങ്കര സിമ്പിൾ ടാസ്ക് ആണ് കേട്ടാ. അതൊക്കെ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആദ്യത്തെ ടാസ്ക് ഇല്ലേ, അത് ഇച്ചിരി ടഫാ. നമ്മളോട് 2 ഡൈനോസറിനെ കൊല്ലാനാ പറയണേ. ഈ ഡൈനോസറിനെ കൊല്ലാന്നൊക്കെ പറഞ്ഞ ഭയങ്കര പാട് പിടിച്ച പണിയാ. ഡൈനോസർ മിക്കവാറും നമ്മളെ കടിച്ച് കീറേ. നോക്കിയും കണ്ട് ചെയ്യേണ്ടി വരും. എന്നിട്ടായാലും കുഴപ്പമില്ല. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് വേണം ആ അയൺമാൻ്റെ സ്യൂട്ട് അൺലോക്ക് ചെയ്യാനായിട്ട്. 5 minutes later. ഓക്കെ, നമ്മളങ്ങനെ ജുറാസിക് പാർക്കിൽ വന്നേക്കാ. ഇനിയിപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അവന്മാര് ഇതിൻ്റെ അകത്ത് ഉണ്ടാവേ. എന്തൊട്ടായാലും അവരെ കണ്ടുപിടിക്കാം, എന്നിട്ട് അവരെ തീർത്തളയാം. നമുക്ക് പിന്നെ 2 ഡൈനോസറിനെ കൊന്നാൽ മതി. അങ്ങനെയാണ് ആ ടാസ്കിൽ പറഞ്ഞേ. അല്ല, ഇതെന്തത്? ഇവിടെ ജുറാസിക് പാർക്കിൽ ഒരു ഡൈനോസർ പോലും ഇല്ലല്ലോ. അവിടെ എന്തുണ്ടല്ലോ? ഇത് പക്ഷേ ഡൈനോസർ അല്ല, ഇതൊരു ആനയാണ്. ആനേനെ കൊന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഡൈനോസറിനെ കൊല്ലണ്ടേ. ഈ ഡൈനോസറൊക്കെ എവിടെ പോട്ടെ ഒളിച്ചിരിക്കണേ? എന്തൊട്ടായാലും ഒരു കാര്യം പറയാം, ഇവര് എവിടെ പോട്ട് ഒളിച്ചിരുന്നാലും ഞാൻ അവരെ കണ്ടുപിടിക്കും, എന്നിട്ട് അവരെ തീർത്തളയും ചെയ്യും. Meanwhile. ഓക്കെ ഗൈസ്, ഇതുണ്ടില്ലേ, ഇവിടെ നമുക്ക് ഡൈനോസറിനെ കിട്ടിയേക്കാണ് കേട്ടാ. നമുക്ക് 2 കിട്ടി. 2 ഒരുമിച്ച് കിട്ടി. ഇതിപ്പോൾ ഏതായാലും നന്നായി. നമുക്ക് 2 പേരെ ഒരുമിച്ച് തട്ടാം. എൻ്റെ കയ്യിൽ പിന്നെ മിനിഗൺ ഇരിക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് ഇതെടുത്ത് ഫയർ ചെയ്യാം. എന്നാ പിടിച്ചോ. ഇതുണ്ടില്ലേ, ഡൈനോസർ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. ഞാൻ ദേ ഇവന്മാരെ തീർത്തളഞ്ഞു. അതൊക്കെ അത്ര ഉള്ളൂ. ഗൈസ്, ഇതുണ്ടില്ലേ, നമ്മളങ്ങനെ ഡൈനോസറിനെ കൊന്നളഞ്ഞു. അങ്ങനെ ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയി. ഗൈസ്, അതെ, ഞാൻ ആദ്യം വിചാരിച്ചു ഈ ടാസ്ക് ഭയങ്കര ടഫായിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടാ. ആക്ച്വലി ഈ ടാസ്ക് ഭയങ്കര സിമ്പിളാ. ഞാൻ പക്ഷേ മിനിഗണാണ് യൂസ് ചെയ്തത്. അത് വെച്ച് ഫയർ ചെയ്തോണ്ടാവും ഈ ടാസ്ക് സിമ്പിളായിട്ട് തോന്നിയേ. എന്തെങ്കിലും ആവട്ടെ, ഒരു ടാസ്ക് എങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടാസ്ക് ചെയ്യാം.
രണ്ടാമത്തെ ടാസ്കും സിമ്പിളാണ്. അത് പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അതും കൂടി ചെയ്യാം. ഗൈസ് അതെ, ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഇവിടെ അങ്ങനെ രണ്ടാമത്തെ ടാസ്കും കംപ്ലീറ്റ് ആയി. നമ്മളപ്പോൾ 2 ടാസ്കും കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ആ കേജ് അൺലോക്ക് ആയോ ഒന്ന് നോക്കി നോക്കാം. ആ കേജ് അൺലോക്ക് ചെയ്യാൻ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്യൂട്ടൊക്കെ എടുത്തിടാൻ പറ്റേ. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. ഈ കാർ നമുക്കിവിടെ സ്റ്റൈലിൽ പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് മേലേക്ക് കയറി പോവാം. എന്തായി, നമ്മുടെ സ്യൂട്ട് അൺലോക്ക് ഉണ്ടാവോ? നമ്മൾ പിന്നെ കറക്റ്റായിട്ട് ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ആ സ്യൂട്ട് മിക്കവാറും അൺലോക്ക് ആയി ഉണ്ടാവും. ആ ഇതുണ്ടല്ലേ, ഈ സ്യൂട്ട് അങ്ങനെ ഫൈനലി അൺലോക്ക് ആയിട്ടാ. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഈ സ്യൂട്ട് എടുത്തിടാം. അന്നേരം നമുക്ക് അയൺമാൻ്റെ പവേഴ്സൊക്കെ കിട്ടും. A few moments later. ഓക്കെ, നമ്മളങ്ങനെ അയൺമാൻ്റെ സ്യൂട്ടൊക്കെ എടുത്തിട്ടേക്കാണ് കേട്ടാ. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് അയൺമാൻ്റെ പവേഴ്സൊക്കെ ടെസ്റ്റ് ചെയ്യാം. അയൺമാന് പിന്നെ ഇഷ്ടം പോലെ പവേഴ്സ് ഉണ്ട്. അല്ല, ഈ പവേഴ്സൊക്കെ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുക? ഗൈസ് അതെ, എനിക്ക് ഈ പവേഴ്സ് ഒന്നും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റണില്ല. ഇനിയിപ്പോൾ ഈ സ്യൂട്ടിൽ പവേഴ്സ് ഒന്നും ഇല്ലേ? അതെ, ഞാൻ നൈസായിട്ട് പറ്റിക്കപ്പെട്ടു. ഈ സ്യൂട്ടിൽ പവേഴ്സ് ഒന്നും ഇല്ല കേട്ടാ. ഇത് വെറും ഒരു സ്യൂട്ടാ. ഇതിപ്പോൾ കിട്ടിയിട്ട് എന്താ കാര്യം? ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണോ വെറും സ്യൂട്ട് മാത്രം കിട്ടിയേക്കണ്? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരു മിനിറ്റ് ഗൈസ്, ഇത് നോക്കിയേ. എനിക്കിവിടെ വേറൊരു മെസ്സേജ് വന്നേക്കാ. ഇതിൽ പറയണത്, കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് അൺലോക്ക്ഡ് ദ സ്യൂട്ട്. ദ പവേഴ്സ് വിൽ അൺലോക്ക് ഇൻ നെക്സ്റ്റ് അപ്ഡേറ്റ്. താങ്ക് യു. ശരി, അപ്പം അതാണ് കാര്യം. ഗൈസ്, നമുക്ക് സ്യൂട്ടൊക്കെ കിട്ടി. പക്ഷെ ഇതിൽ പവേഴ്സ് ഒന്നും ഇല്ല. ഇതിലത്തെ പവേഴ്സ് ഇല്ലേ, അത് അടുത്ത അപ്ഡേറ്റിലാണ് അൺലോക്ക് ചെയ്യാന്ന്. എന്നാൽ പിന്നെ അടുത്ത അപ്ഡേറ്റ് പറഞ്ഞവരെ വെയിറ്റ് ചെയ്യാം. അല്ലാണ്ട് ഇപ്പോൾ വരാൻ വഴിയില്ല. എന്തെങ്കിലും ആവട്ടെ. ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.